വേനലവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ പതിവ് പോലെ ദുരിതം പേറുന്നത് സ്വകാര്യ ബസ്സുകളിലെത്തുന്ന വിദ്യാർത്ഥികളാണ്. കയ്യൂക്കും കരുത്തുമുള്ളവർ ബസ്സുകളിൽ കയറിപ്പറ്റുമ്പോൾ നേരത്തെ ബസ് സ്റ്റോപ്പുകളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പരാതി ഉയരുന്നു. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്കൂൾ തുറന്ന ആദ്യ ദിനം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ സ്കൂളിൽ നേരിട്ടെത്തിച്ചിരുന്നു. അതിനാൽ വിദ്യാർത്ഥികൾ പഠനവർഷത്തിന്റെ പ്രഥമ ദിനം ബസ് യാത്രാ ദുരിതം അറിഞ്ഞിരുന്നില്ല. എന്നാൽ രണ്ടാം ദിനം മുതൽ കഥ മാറുകയാണ്. ലൈൻ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പുതുതായി LP UP പഠനം കഴിഞ്ഞ് മറ്റൊരു സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പല കുട്ടികളും ഇതുവരെ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളിലേക്ക് സ്കൂൾ ബസ്സുകളിൽ എത്തിയിരുന്നവരാണ്. ഇവർക്കാണെങ്കിൽ തിക്കും തിരക്കുമേറിയ ലൈൻ ബസ്സുകളിൽ കയറി പരിചയവും ഉണ്ടാകില്ല. അപകട സാധ്യത വർദ്ധിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണിത്. ചില സ്കൂളിൽ അപ്പർ പ്രൈമറിൽ എത്തുന്ന വിദ്യാർത്ഥികളിൽ ആൺകുട്ടികൾക്ക് മാത്രം സ്കൂൾ ബസ്സുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ഇവരും മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. ചാവക്കാട് പുന്നേർകുളം മേഖലകളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളിലും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ ബസ് കിട്ടുന്ന സ്ഥലത്ത് കുട്ടികൾ തടിച്ചുകൂടുന്ന അവസ്ഥയാണുള്ളത്. ഓരോ സ്റ്റോപ്പിൽ നിന്നും നിശ്ചിത എണ്ണം വരുന്ന കുട്ടികളെ മാത്രമാണ് ബസ്സുകളിൽ കയറ്റുക. ചില ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ കയറ്റി നിർത്തുന്നതോടെ കുട്ടികൾ കൂട്ടയോട്ടം നടത്തേണ്ടി വരികയും ചെയ്യും. എങ്ങനെയായാലും വാഹനത്തിൽ കയറിപ്പറ്റാൻ വലിയ തിക്കും തിരക്കുമാണ്. കയ്യൂക്കുള്ളവർ കയറിപ്പോവുകയും ബാക്കിയുള്ളവർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് അവസ്ഥ. സ്വാഭാവികമായും ഇക്കൂട്ടർ വിദ്യാലയത്തിലെത്താനും വൈകും. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയാൽ പ്രശ്നത്തിന് പാതി പരിഹാരമാകും. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ പരിഹാരമാർഗം ഉണ്ടാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.